എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യജീവിതത്തിൽ പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന കുറേയേറെ കാര്യങ്ങൾ കളക്ട് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തെ കേട്ടോ. അന്നേരം നമ്മൾ പ്ലാസ്റ്റിക് കുപ്പിയിൽ നിന്ന് തുടങ്ങാം. പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗത്തിന് ശേഷം വെറുതെ കളയാറാണ് പതിവുള്ളത്. ഇനി തൊട്ട് കളയേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളെ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. പ്ലാസ്റ്റിക് കുപ്പി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. ഇപ്പം അത്യാവശ്യം 1 ലിറ്ററിൻ്റെ ഒരു പ്ലാസ്റ്റിക് കുപ്പിയാണ് എടുത്തിരിക്കുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ രീതിയിൽ ഇല്ലെങ്കിൽ ഒന്ന് കത്തിക്ക് മൂർച്ചയില്ലെങ്കിൽ കത്തി ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതുപോലൊന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ. അത് വളരെ പെട്ടെന്നത് കട്ടായി കിട്ടും. കത്തിക്ക് മൂർച്ച ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ വേണം കട്ട് ചെയ്യാൻ. അതുകൊണ്ട് ഇത്രയും എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റും. കത്തിക്ക് മൂർച്ച ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് പറ്റും. അല്ലെങ്കിൽ കത്തി ഒന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോഴേ അത് പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ആകുമ്പോഴത്തേന് പെട്ടെന്ന് അതൊന്ന് കട്ടായി കിട്ടും. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് എന്നിട്ട് ഈ നടുക്കൊരു ഹോള് പോലെ ആ ഒരു അടപ്പ് ഇറങ്ങുന്ന രീതിയിലുള്ളൊരു ഹോളും കൂടെ നമുക്ക് തയ്യാറാക്കാം. ഇത്രയേ ഉള്ളൂ കാര്യം കഴിഞ്ഞ് തന്നെ ഈ ഒരു രീതി കിട്ടണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ജനലിലോ അല്ലെങ്കിൽ ഗേറ്റിലോ ഇതുപോലൊന്ന് ലോക്ക് ചെയ്ത് വെക്കുക. അടപ്പം കൊണ്ടൊന്ന് മുറുക്കി വെക്കുന്നതാണ്. എന്നിട്ട് അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ മണ്ണിട്ട് കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെടി നടാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ. അത്രയേറെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ചെയ്യാം, പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഇത് കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ട് തോന്നുകയും ചെയ്യും കളറൊക്കെ അടിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ. ഇപ്പം എൻ്റെ കളറൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് അതങ്ങനെ തന്നെ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ വീട്ടുപറമ്പിലുള്ള വാഴയില പണ്ട് കാലം മുതലേ ചെയ്യുന്ന കാര്യമാണ്. വാഴയില എടുത്തിട്ട് ഇതുപോലെ നൈസായിട്ട് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കുക. ഇത് നമ്മൾ കുളിക്കുമ്പം സ്ക്രബ്ബറൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. വളരെ സോഫ്റ്റായിട്ട് നമ്മുടെ ദേഹത്തെ സ്കിന്നിന് പ്രോബ്ലം ഉള്ളവർക്ക്, പ്രത്യേകിച്ച് സ്കിൻ അലർജി മാറാൻ, സ്കിന്നിനാണെങ്കിലും നല്ലൊരു ഇത് ഫീൽ കിട്ടാനും അങ്ങനത്തുള്ള ചൊറിച്ചിൽ അങ്ങനത്തുള്ള പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇത് വെച്ചിട്ട് ഇഞ്ചിക്ക് പകരമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഇഞ്ച ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക് സ്ക്രബ്ബർ ഒഴിവാക്കിയിട്ട് ഇതുപോലെ നമ്മുടെ വാഴയില കൊണ്ട് സ്ക്രബ്ബർ ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ലതാണ്. സ്കിന്നിന് യാതൊരു വിധമായി സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. ഇനി നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തടി വെച്ചിട്ടുള്ള തവികൾ ഇങ്ങനത്തുള്ള കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെ സ്പൂണുകളൊക്കെ നമുക്ക് എത്ര കഴുകിയെന്ന് പറഞ്ഞാൽ ആ ഒരു എണ്ണമെഴുക്കും അഴുക്കൊന്നും കംപ്ലീറ്റ് പോവില്ല. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ തിളച്ച വെള്ളത്തിൽ ഈ ഒരു തടി വെച്ച് തയ്യാറാക്കിയിട്ടുള്ള സ്പൂണുകൾ ഇട്ട് കൊടുക്കുക. ഒന്നൊന്ന് തിളച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രത്തോളം അഴുക്ക് അല്ലെങ്കിൽ ആ ഒരു എണ്ണമെഴുക്കൊക്കെ ഈ ഒരു സ്പൂണിലുണ്ടായിരുന്നു എന്നുള്ളത്. ആ ഒരു സൈഡിലൊക്കെ നല്ല പോലെ ഉണ്ട്, വെള്ളത്തിൽ മാത്രമല്ല കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ കുറച്ച് ആ ചൂടൊന്ന് ആറിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് സോപ്പിട്ട് കഴിക്കണമെങ്കിൽ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അത്ര എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതാണ് ഈ ഒരു കാര്യം. വളരെ സിമ്പിളായിട്ട് നമ്മൾ കഴുകി മാറ്റുമെങ്കിലും ഇതിൽ ഇത്രമാത്രം എണ്ണമെഴുക്കുണ്ട് കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്ര കണ്ട ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ മിക്സിയിലിപ്പം അരിയാട്ടോ അല്ലെങ്കിൽ കൊച്ച് ജാറിൽ നമ്മൾ അരപ്പുകളൊക്കെ തയ്യാറാക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ജാറ് നമ്മൾ കഴുകും, നല്ല വൃത്തിക്ക് കഴുകും. പക്ഷേ ആ ഒരു വാഷറും നമ്മൾ കഴുകിയാലും ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലൊന്ന് നമ്മൾ ചെയ്യുമ്പം നല്ല പോലെ അഴുക്കാണ് കേട്ടോ. നമ്മൾ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്നൊരു കാര്യമാണല്ലോ ഈ ഒരു മിക്സി ജാറുകൾ. അന്നേരം ഇതുപോലൊന്ന് ചെയ്ത് നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് എടുക്കുമ്പം തന്നെ മനസ്സിലാവും അതിൻ്റെ ആ ഒരു നടുക്ക് ഭാഗത്ത്, വാഷറിൻ്റെ നടുക്ക് ഭാഗത്ത് ഇതുപോലെ അഴുക്കാണ് കേട്ടോ. ആ ഒരു അഴുക്ക് മാറാനും വേണ്ടി നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റും. ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ പറ്റില്ല കേട്ടോ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മിക്സി ജാർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ദിവസം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു വാഷർ അഴുക്കാവാതിരിക്കാനും വേണ്ടി നമ്മൾ മിക്സിയുടെ മുകളിലായിട്ട് ഒരു ഷീറ്റ് വെച്ചിട്ട് മാത്രം അടപ്പ് വെച്ചിട്ട് ചെറിയൊരു ഹോൾ ഇട്ടാൽ മതി. അന്നേരം ആ ഒരു ജാറ് ഒന്നും അഴുക്കാവില്ല കേട്ടോ. നല്ല ടൈറ്റായിട്ടുള്ള മിക്സിയുടെ വാഷറുണ്ടല്ലോ, അതിലൊക്കെ നമ്മൾ ഊരിയെടുക്കാൻ പാടാണെന്ന് വെച്ച് നമ്മൾ മാറ്റി നിർത്തിയാലും ഇത് ഊരുമ്പോൾ ഇത്രത്തോളം അഴുക്കാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി 2 ദിവസം ഞാൻ കഴുകാതിരുന്നതാണ് കേട്ടോ. അന്നേരമാണ് ഇത്രയും അഴുക്കായിട്ട് നമുക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നത്. അത് ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ബേക്കിംഗ് സോഡ
വേണമെങ്കിൽ ലിക്വിഡ് 1-2 തുള്ളിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മളെടുത്ത് നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുമ്പം അത് നല്ലതായിട്ട് ക്ലീൻ ആക്കി കിട്ടും. പ്രത്യേകിച്ച് നമ്മൾ വാഷറിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആ ഒരു അഴുക്ക് നമുക്ക് ബ്രഷ് ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യാൻ എളുപ്പം കേട്ടോ. അതിലേക്ക് ലേശം വിനാഗിരിയും കൂടെ നമ്മൾ ഒഴിക്കുന്നുണ്ട്. ലിക്വിഡ് ചേർക്കണമെന്ന് നിർബന്ധമില്ല. ബേക്കിംഗ് സോഡയും വിനാഗിരിയും ചൂടുവെള്ളവും കൂടെ ഒഴിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല ക്ലീൻ ആവും. മുമ്പേ പറഞ്ഞ പോലെ ലിക്വിഡ് വേണമെങ്കിൽ മാത്രം 2-3 ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നമ്മളൊന്ന് ക്ലീൻ ആക്കി എടുത്ത് കാണിക്കാം കേട്ടോ. അന്നേരത്തേന് ആ ഒരു ഡ്രൈ ആയിട്ടിരുന്നായിരുന്നു ഈ ഒരു വാഷർ. ഇതിൻ്റെ ഉള്ളിൽ ഇത്രത്തോളം അഴുക്കുണ്ടായിരുന്നു. നമ്മളതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, അധികം നമ്മളാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ വാഷറിൻ്റെ കളർ ബ്ലാക്കും കൂടെ ആയിക്കഴിഞ്ഞാൽ ഒട്ടും നമ്മളത് അറിയത്തുമില്ല ഇത്ര അഴുക്ക് ഇതിനകത്ത് ഉണ്ടെന്നുള്ള ഒരു കാര്യം. ഇതിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ, നമ്മൾ ഏത് വാഷറിൻ്റെ ആണെങ്കിലും ഇപ്പം സ്നാക്സ് ഒക്കെ കൊണ്ടുപോകുന്നതാണെങ്കിലും ലഞ്ച് ബോക്സിൻ്റെ വാഷറാണെങ്കിലും കുക്കറിൻ്റെ വാഷറാണെങ്കിലും ബ്ലാക്ക് കളറൊക്കെ ആണെങ്കിൽ അധികം നമ്മൾ ശ്രദ്ധിക്കില്ല ഇതിനകത്ത് ഇത്രത്തോളം അഴുക്കുണ്ടെന്നുള്ള കാര്യം. ഇതൊന്നൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉൾഭാഗത്താണ് ഈ ഒരു അഴുക്ക് നല്ല പോലെ ഇരിക്കുന്നത്. നമ്മളധികം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മളിപ്പോൾ കഴുകി പെട്ടെന്ന് എന്ന് നമ്മൾ മിക്സിയും കഴുകും, മിക്സിയുടെ ജാറും ആ ഒരു അടപ്പൊക്കെ കഴുകുമെങ്കിലും ഈ വാഷർ ഊഴി കഴുകുക എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമല്ല എല്ലാ ആൾക്കാരും. ഇത്രയും അഴുക്ക് ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇപ്പോൾ ഉള്ളൊക്കെ കണ്ടില്ല, നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മിക്സി ജാറിൻ്റെ അടപ്പുണ്ടല്ലോ, അടപ്പിൻ്റെ നമ്മളധികം ശ്രദ്ധിക്കാത്ത ഈ സൈഡുകളിലുള്ള അഴുക്കെല്ലാം തന്നെ നമ്മൾ കുറച്ചേരം ഈ ഒരു വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് നമ്മളൊന്ന് ബ്രഷ് ഉപയോഗിച്ചിട്ട്, ചെറിയ ബ്രഷുകളുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നല്ല ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ഇതിപ്പോൾ കുറച്ച് ടൈറ്റാണ് ചെറിയ ജാറിൻ്റെ അടപ്പ് കേട്ടോ. അതുകൊണ്ട് നമ്മളധികം ഊരാനും മെനക്കെടില്ല. പക്ഷേ ഇത്രത്തോളം അതിനകത്ത് ജാമായിട്ടിരിപ്പുണ്ടായിരുന്നു അഴുക്കൊക്കെ. വളരെ ഈസി ആയിട്ട് ഈ ഒരു കാര്യം എല്ലാവർക്കും ഉപകാരപ്രദമാകുന്നതാണെന്ന് തോന്നുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. ഈ ജാറിൻ്റെ അടപ്പിനകത്ത് നമ്മൾ എടുത്തപ്പോൾ എന്തുമാത്രം അഴുക്കുണ്ടായിരുന്നു. നമ്മളതെല്ലാം ബ്രഷ് ഉപയോഗിച്ച് നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ദിവസം ഉപയോഗിക്കുന്നൊരു കാര്യമായതുകൊണ്ട് ദിവസം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 2 ദിവസം കൂടുതൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കിയെടുക്കാം. ഇനി നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുമ്പോൾ കറിയും കൂടെ ഉണ്ടാക്കാൻ കുറേ സമയം എടുക്കുന്നൊരു കാര്യമാണ്. അതിനൊരു മാർഗ്ഗമുണ്ട് കേട്ടോ. ലേശം മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കണം എന്നില്ല, കാരണം ചപ്പാത്തിക്കകത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണല്ലോ ആ ഒരു മാവ് കുഴച്ചിരിക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ നമുക്കിഷ്ടമുള്ള ഏതെണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ട് ഇത് കൈകൊണ്ട് ഇതുപോലൊന്ന് എല്ലാ ഭാഗത്തൊന്നും എത്തിക്കാനും വേണ്ടി ഒന്ന് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് നെയ്യാണെങ്കിൽ നെയ്യ് ഒഴിക്കാം, അല്ലെങ്കിൽ മറ്റേതെണ്ണയും തേച്ചതിന് ശേഷം ഈ ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കണം കേട്ടോ. കറിയൊന്നും ഉണ്ടാക്കാൻ മെനക്കെടണ്ട. ഇതിങ്ങനെ അങ്ങ് ചുരുട്ടിയും കഴിച്ച് വെച്ചാൽ മതി. ഒരു ഗ്ലാസ് ചായയോ അല്ലെങ്കിൽ കാപ്പിയോ നമുക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇപ്പോൾ പിള്ളേർക്ക് സ്നാക്സൊക്കെ ആയിട്ട് സ്കൂളിൽ കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാനും ഇത് മതി. പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇഡലി തട്ടിയത് ചിലപ്പോഴൊക്കെ നമ്മൾ ഇഡലി നല്ല പോലെ ആ ഒരു തട്ട് ചൂടാതിന് ശേഷം ഇഡലി മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ ഇളകി വരത്തില്ല. അന്നേരം പക്ഷേ ഇഡലി തട്ട് കഴുകാനൊക്കെ കുറേ സമയം എടുക്കുന്നൊരു കാര്യമാണ്. അങ്ങനെ സമയം ഒട്ടുമില്ലെങ്കിൽ വാഴയില ഉണ്ടെങ്കിൽ വളരെ സേഫായിട്ട് നമുക്ക് ഇഡലി തട്ടൊന്നും കഴുകേണ്ട. ഇഡലി പെട്ടെന്ന് ഇളകി വരികയും ചെയ്യും. ആ ഒരു നമ്മുടെ വാഴയിലയിൽ നിന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് ഇതേ രീതിയിൽ വട്ടത്തിലൊന്ന് ഇഡലി പാത്രത്തിനകത്തോട്ട് വാഴയില വെച്ചിട്ട് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളത് പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു ഇഡലിയാണ് കേട്ടോ. ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് ഈ ഒരു ഇഡലി. കാര്യം വാഴയിലയിൽ അതിൻ്റേതായ ഗുണമുണ്ട് കേട്ടോ. വാഴയില നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിപ്പോൾ ഇഡലി തയ്യാറായിട്ടുണ്ട്. പ്രത്യേക ഒരു ടേസ്റ്റാണ്. വാഴയിൽ നമ്മൾ ചോറ് പൊതിയുന്നത് ഇഷ്ടമാണ്, അതിന് ഗുണങ്ങളും ഉണ്ട് കേട്ടോ ഒരുപാട്. അതുപോലെ തന്നെ വാഴയിലയിൽ നമ്മൾ ഇഡലി തയ്യാറാക്കുമ്പോഴും അതിന് അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. ഇത് ചൂടാറിക്കഴിയുമ്പം ചെറുതട്ട ചൂടോടെ നമ്മൾ എന്ത് ഇഡലി തട്ടിൽ നിന്ന് ഇഡലി എടുത്താലും അത് പെട്ടെന്നത് ഇളകി വരില്ല, ഒട്ടിപ്പിടിക്കും. അങ്ങനെ വരാതിരിക്കാനും വേണ്ടി ആ ഒരു ചൂടൊന്ന് തണുത്തതിന് ശേഷം മാത്രം ഈ ഒരു ഇഡലി നമ്മൾ ഇളക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. നിങ്ങളെ കാണിക്കാമേ. കണ്ടോ, നല്ല രീതിയിൽ ഇളകി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്. പതിവിൽ നമ്മൾ തയ്യാറാക്കുന്നത് ഇഡ്ഡലി തട്ടിൽ തയ്യാറാക്കുന്നതിനെ കാട്ടി ഒരു ഇഡ്ഡലിയും കൂടി എക്സ്ട്രാ കഴിക്കും. നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയുമാണ്. അന്നേരം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് ചായ ഒരുപാട് ഇഷ്ടമാണ്. ചായ നമ്മൾ ഇട്ടതിന് ശേഷം ആ ഒരു ചായയുടെ തേയിലച്ചണ്ടുണ്ടല്ലോ, അത് വെറുതെ വേസ്റ്റിലാണ് നമ്മൾ കളയാറുള്ളത്. അല്ലെങ്കിൽ ചിലരെങ്കിലും അത് ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കും കേട്ടോ. അന്നേരം അത് ആ ഒരു തേയിലച്ചണ്ട് നമ്മൾ കളയേണ്ട ആവശ്യമില്ല. ഏറ്റവും ഉപകാരപ്രദമാണ്. നമുക്ക് കൊച്ചു ചെടികൾക്കാണെങ്കിലും എന്തിനും ഉപയോഗിക്കാം. വീട്ടുമുറ്റത്തുള്ള ചെടികൾക്കോ അല്ലെങ്കിൽ തെങ്ങിലൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ഫലം നമുക്ക് തരുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഒരു നല്ലൊരു വളമാണ്. കുറേ ദിവസത്തെ കൂട്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് തെങ്ങിൻ്റെ ചോട്ടിലൊക്കെ ഇടാം, അല്ലെങ്കിൽ ചെടിയിലൊക്കെ ഇടാം. അതും കളയണ്ട കേട്ടോ. ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് ചെടിയിലോട്ടൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഇങ്ങനത്തുള്ള മുറിച്ചതായിട്ടുള്ള പച്ചക്കറികളുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കുമ്പളങ്ങയാണ്. കുമ്പളങ്ങയൊക്കെ നമ്മൾ എടുത്തതിൻ്റെ ബാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ, ഫ്രീസറിൽ വെച്ചാൽ അത് ശരിയാവില്ല. കുറേ നാളെ തന്നെ നീ ഫ്രീസറിൽ വെക്കുന്ന കേട്ടോ നല്ലത്. അത് പെട്ടെന്ന് അഴുകിപ്പോവും. ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നമ്മൾ പാത്രത്തിൽ കമത്തി വെച്ചാലും ഇതേ അവസ്ഥയായിരിക്കും. അങ്ങനെയൊന്നും പനലാവാണ്ടിരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ടിപ്പാണ് പറയുന്നത് കേട്ടോ. ലേശം വിനാഗിരി നമ്മുടെ കയ്യിൽ എടുത്തിട്ട് അതിങ്ങനെ ഇതിൻ്റെ ഫുൾ ഭാഗത്തുനിന്ന് തടവി കൊടുക്കുക. എന്നിട്ട് ഒട്ടും വെള്ളം നനവില്ലാത്തൊരു പാത്രത്തിൽ കമഴ്ത്തി വെക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് വെച്ചാൽ 2 ദിവസത്തേന് അത് ഓക്കെ, ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. 3ൻ്റെ അന്ന് നല്ല പോലെ അളിഞ്ഞു പോകും. അങ്ങനെ വരാതിരിക്കാൻ ഇത് ഏറ്റവും നല്ലൊരു ടിപ്പാണ് കേട്ടോ. കുറേ ദിവസത്തേന് ഇത് പനലാവാണ്ടിരിക്കും കേട്ടോ. അത് തീർച്ചയായിട്ടും ഇതൊരു ഉരുളൻകിഴങ്ങൊക്കെ വാങ്ങിച്ചതിൻ്റെ പിറ്റേന്ന് തന്നെ ചിലപ്പോൾ അത് മുള പൊട്ടും. അന്നേരം ഈ ഉരുളൻകിഴങ്ങ് മുളച്ചത് കഴിക്കാൻ പാടില്ലെന്നാണ് പൊതുവേ പറയപ്പെടുന്നത്. അന്നേരം മുള പൊട്ടുന്നതൊന്ന് തടയാനും വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ടിപ്പ് പറയാമേ. നമ്മൾ ഉരുളൻകിഴങ്ങ് വാങ്ങിച്ചതിൻ്റെ അന്ന് തന്നെ ആ മുള പൊട്ടുന്ന ഭാഗത്ത് ലേശം എണ്ണയൊന്ന് തേച്ച് കൊടുത്തേച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ കുപ്പിയിലിരിക്കുന്ന എണ്ണ വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. നമ്മൾ പാക്കറ്റ് എണ്ണ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കവറുണ്ടല്ലോ, അത് കളയണ്ട. ആ എണ്ണ ഒഴിച്ചതിന് ശേഷം അത് ഫുള്ള് ഓപ്പൺ ചെയ്തിട്ട് അതിലൊരു എണ്ണമയം കാണുമല്ലോ, അതിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി. മുള വരുന്ന ഭാഗത്ത് പ്രത്യേകം ഒന്ന് ചെയ്യുക. അന്നേരം ഈ മുള പൊട്ടുന്നത് കുറേ ദിവസത്തേനോട്ട് നീങ്ങുക. അന്നേരം കുറേ ദിവസത്തേന് ഈ ഒരു മുള പൊട്ടുന്നത് നമുക്ക് തടയാൻ പറ്റും. പെട്ടെന്ന് മുള പൊട്ടത്തില്ല. അതാണ് ഏറ്റവും നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ഈ എണ്ണ തേച്ചിട്ട് ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോക്സിനകത്ത് പേപ്പർ വെച്ചതിന് ശേഷം ഇതുപോലെ ഉരുളൻകിഴങ്ങ് വെക്കുകയാണെങ്കിലും മുള പൊട്ടത്തില്ല കേട്ടോ. എണ്ണ തേച്ചതിന് ശേഷം മാത്രം. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ ൻ്റെ മുകളിലായിട്ട് നമ്മളിതുപോലെ ഉരുളൻകിഴങ്ങ് വെച്ചാൽ മതി. കാരണം നിത്യജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന കുറേയേറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.